ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ബോട്ടിമിൽ നിന്ന് ഈ ബോട്ടിംഗ് മണി വഴി പൈസ എടുക്കുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ എനിക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. ഈ പൈസ റീപേയ്മെൻറ്റ് മെയിനായിട്ട് എന്താ സംഭവിച്ചാൽ നാട്ടിൽ പോകുന്ന ആൾക്കാർ ഇപ്പോൾ ഇവിടെ യു എയിൽ തന്നെ ഉള്ളപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കാർഡ് വഴിയോ അല്ലെങ്കിൽ ബോട്ടിമിൽ മെഷീനിൽ പൈസ ഇട്ടോ അങ്ങനെയൊക്കെ അടക്കാം. പക്ഷേ നാട്ടിൽ പോകുമ്പോൾ അത് എങ്ങനെ ആവും? നമ്മൾ ബോട്ടിംഗ് മണിയിൽ പൈസ കീപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പേയ്മെൻറ്റിൻ്റെ ടൈം ആകുമ്പോൾ അത് അടക്കാൻ പറ്റും. ഇപ്പോൾ റീപേയ്മെൻറ്റ് ഡേറ്റിന് മുന്നേ നമുക്ക് അഡ്വാൻസ് ആയിട്ട് അടക്കാൻ പറ്റും. അതല്ലാതെ ബോട്ടിമിൽ നമ്മൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 500 ദിവസം അടക്കാനുണ്ടെങ്കിൽ ആ ബോട്ടിമിൻ്റെ ബാലൻസിൽ 500 ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കായിട്ട് ബോട്ടിമിൽ നിന്ന് എടുക്കും. ഈ ക്രെഡിറ്റ് കാർഡ് അതിൻ്റെ അടിയിൽ പേയ്മെൻറ്റ് മെത്തേഡ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബോട്ടിമിൻ്റെ പി ഉണ്ടല്ലോ, സെൻഡ് മണി പേ ലെറ്റർ, അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ അടിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. പേയ്മെൻറ്റ് മെത്തേഡിൽ നമുക്ക് കാർഡ് ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കാർഡ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനിൽ നമുക്കൊരു കാർഡ് ആഡ് ചെയ്ത് വെച്ചിട്ട് ഫസ്റ്റ് അതിൽ നിന്ന് ഒരു ദിവസം ഒരു ഫസ്റ്റ് ടൈം കട്ടാകും, പിന്നെ കട്ട് ചെയ്യില്ല. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ടൈം അവർക്ക് കാർഡ് ആഡ് ചെയ്ത് വെക്കാൻ, ആ കാർഡിൽ നിങ്ങൾ ബാലൻസ് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇവർ ടൈം ആകുമ്പോൾ ഓട്ടോമാറ്റിക് കാർഡിൽ നിന്ന് പൈസ എടുക്കും. ആ കാർഡിൽ നിങ്ങൾ എപ്പോഴും ഒരു പൈസ കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ നാട്ടിൽ പോവുകയാണെങ്കിലും ഈ കാർഡിൽ നിന്നിട്ട് അവർ പൈസ എടുക്കും. നമുക്ക് ചിലപ്പോൾ എപ്പോഴും അതിൽ ബാലൻസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആ മാസം ആ ടൈം ആകുമ്പോൾ പൈസ കൊണ്ട് ബോട്ടിമിൽ ഇട്ടിട്ട് അതിന് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം എന്നോട് പല ആൾക്കാരും ചോദിക്കട്ടെ, പ്രത്യേകിച്ച് നാട്ടിൽ പോകുമ്പോഴാണ് ഈ ഒരു പ്രശ്നം. നാട്ടിൽ പോകുമ്പോൾ ഇവിടെ പൈസ ഡിപ്പോസിറ്റ് ചെയ്ത് വെച്ചാൽ ഇത് മാസം ആകുമ്പോൾ ചിലപ്പോൾ 2-3 മാസമൊക്കെ ആൾക്കാർ നാട്ടിൽ ചെന്ന് നിൽക്കും. അപ്പോൾ ആ 2-3 മാസം അടക്കാൻ ഇതിൽ നിന്ന് അടച്ചു പോകുന്നുള്ളതാണ്. അപ്പം അത് നമ്മൾ ചിലപ്പോൾ മാനുവലി അടക്കാൻ നാട്ടിൽ നിന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എന്തെങ്കിലും ബാങ്ക് ഇഷ്യൂസ് ഉണ്ടായിട്ട് അടക്കാൻ പറ്റാത്തൊരു എന്തെങ്കിലും ഇത് വരും. ഇത് പൈസ അതിൽ ഓൾറെഡി ഇട്ട് വെച്ച് കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് അത് എന്ത് ചെയ്യും, അവർ അഡ്വാൻസ് ആയിട്ട് എടുക്കും. അത് ഈ ബോട്ടിമിൽ നിന്ന് നിങ്ങൾ പൈസ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ SNPL ഈ ഒരു ഇത് ഞാൻ പ്രോത്സാഹിപ്പിക്കാത്തതാണ്. കാരണം അത് വലിയ പലിശയാണ് അവർ ഈടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ആവേശത്തിൽ നിന്ന് പൈസ എടുക്കും, തിരിച്ചടക്കുന്നത് വലിയൊരു പൈസ. ഇപ്പോൾ പലിശ വലുതാണെങ്കിലും ചെറുതാണെങ്കിലും പലിശയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിന് വല്ലാതെ പ്രൊമോട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ചെയ്തിട്ടില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടുമ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് ചെയ്തപ്പോൾ അത് എന്താണ് സംഭവം എന്നുള്ളത് പറയാൻ വേണ്ടി മാത്രം ചെയ്തൊരു വീഡിയോ ആണ്. ഇതിപ്പോൾ നാട്ടിൽ നിന്ന് പല ആൾക്കാരും എനിക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുപോലുള്ള ഇനി ആരെങ്കിലും എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ഡൗട്ട് വരാതിരിക്കാനാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്തത്. ഇപ്പോൾ ബോട്ടിമിൽ നിങ്ങൾ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ ബോട്ടിമിൽ പൈസ കീപ്പ് ചെയ്താൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക് ഒരിടത്ത് പോകും. അതല്ലെങ്കിൽ നിങ്ങൾ പേയ്മെൻറ്റ് മെത്തേഡിൽ ഒരു കാർഡ് ആഡ് ചെയ്ത് വെക്കണം. ആഡ് ചെയ്ത് വെച്ചാൽ ആ കാർഡിൽ പൈസ ബാലൻസ് വെച്ചാലും അതിൽ നിന്ന് എടുത്ത് പോകും. നാട്ടിൽ പോയാൽ ചിലപ്പോൾ ബാങ്ക് കാർഡ് വഴി അടക്കാൻ ചിലപ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് വന്നെന്ന് വരും. എന്തെങ്കിലും ബാങ്കിൻ്റെ പ്രോബ്ലംസിലായിരിക്കും കേട്ടോ. അങ്ങനെ ഒരാൾ പ്രോബ്ലം പറഞ്ഞത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ബോട്ടിമിൽ ബാലൻസ് ചെയ്യുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ നാട്ടിൽ പോകണമെങ്കിൽ ആരെങ്കിലും ഇവിടെ യു എയിലുണ്ടെങ്കിൽ ഒന്ന് ബോട്ടിമിൽ മെഷീനിൽ പോയിട്ട് ആ ഒരു എമൗണ്ട് ഇടാൻ പറയാം. തിരിച്ച് വന്നിട്ട് കൊടുക്കാമെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് ആ എമൗണ്ട് ഇടാൻ പറയാം. അല്ലെങ്കിൽ നിങ്ങളെ കാർഡിൽ പൈസ കീപ്പ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ആ കാർഡിൽ ആരെങ്കിലും പൈസ ഇടിയിച്ചിട്ട് എന്ത് ചെയ്യുക, അത് പേയ്മെൻറ്റ് മെത്തേഡിൽ ആഡ് ചെയ്ത് വെച്ചാൽ പിന്നെ ഓട്ടോമാറ്റിക് അവർ അതിലെടുക്കും. ഒരിക്കലും ക്രെഡിറ്റ് കാർഡ് അതിൽ അക്സെപ്റ്റ് ആവില്ല. ക്രെഡിറ്റ് കാർഡ് നമ്മൾ ആഡ് വെച്ചിട്ട് ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് അവർ പൈസ എടുക്കില്ല. ഓക്കെ, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും ബോട്ടുമായി ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അത് റിപ്ലൈ തരുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും വരുന്നതാണ്. ഓക്കെ, ബൈ.